ഗസയിൽ ഭക്ഷണം എത്തിക്കാൻ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള പരിപാടിയുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നു. ഇസ്രയേലിൻ്റെ എതിർപ്പ് അവഗണിച്ചാണ് അമേരിക്കയുടെ തീരുമാനം. എങ്ങനെയായാലും കപ്പൽ മാർഗം ഭക്ഷണം എത്തിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. പി ജെയിംസ് ഇതിൻ്റെ അന്തർദേശീയ സ്വാധീനത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. പറയൂ ജെയിംസ്. എസ്കെൻ, ഇതൊരു പക്ഷേ അമേരിക്കയുടെ ഒരു വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനം ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ താൽക്കാലിക തുറമുഖം ഗസയിൽ നിർമ്മിക്കാൻ പോകുന്നു. അത് ഇസ്രായേലിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ്. ഈജിപ്തിൽ നിന്ന് റഫ അതിർത്തി വഴി ലോഡുകളായി ഈ ഭക്ഷണം എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞ സാഹചര്യത്തിലാണ് ക്ഷുഭിതരായിട്ടുള്ള അമേരിക്ക ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണയ്ക്കുന്നു, ഈ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒടുവിൽ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്, പ്രശ്നങ്ങളായിരിക്കുന്നു. അറബ് വംശജരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ എതിർപ്പ് അമേരിക്കയിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളൊക്കെ തിരിയുന്ന അവസ്ഥയിലാണ് ജോ ബൈഡൻ. അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റുകയാണ്. ജോ ബൈഡൻ വളരെ ശക്തമായി ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു, ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഗസയിൽ ഭക്ഷണം എത്തിച്ചില്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കണം അമേരിക്ക ഇസ്രായേലിൻ്റെ എതിർപ്പുകളെ അവഗണിച്ച് കപ്പൽ മാർഗം ഭക്ഷണം എത്തിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനുമായി ചേർന്നുകൊണ്ട് ഭക്ഷണപ്പൊതികൾ പാരച്യൂട്ട് വഴി ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ നിന്ന് നിക്ഷേപിച്ചിരുന്നു. പക്ഷേ അത് 36,000 40,000 എത്തിയാൽ 3-4 ലക്ഷം പേരാണ് പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും 10-1 ആൾക്ക് പോലും പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എത്തിക്കുന്നതിൽ അമേരിക്ക ഒരു കൈവിട്ട കളിയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്, അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ഒരു വലിയ സിഗ്നലാണ്. പ്രത്യേകിച്ച് കെയ്റോയിൽ ഈ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എസ്കെൻ. അവിടെ ബന്ദികളെ വിട്ടയച്ചുകൊണ്ട് ഭക്ഷണം അയക്കാനും വെടിനിർത്തലിനുമുള്ള സാധ്യത അടഞ്ഞിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ ഒരുപക്ഷെ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് യുദ്ധമുണ്ടാവുമെന്ന അവസ്ഥയാണ്. അതിനിടയിൽ എസ്കെൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൂതികൾ ബാർബഡോസിൻ്റെ ഒരു കപ്പൽ ആക്രമിച്ചു, അത് തകർന്നു, അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഇതാദ്യമായിട്ടാണ് അവിടെ ഒരു ആക്രമണം നടന്നതിൻ്റെ പേരിൽ, ഹൂതികളുടെ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നത്. 21 പേർ ബാക്കിയുണ്ടായിരുന്നു. ഇന്ത്യൻ നാവികസേന സമയോചിതമായി ഇടപെട്ട് INS കൊൽക്കത്ത എന്ന ഇന്ത്യയുടെ നാവികസേന കപ്പൽ 21 പേരെ രക്ഷപ്പെടുത്തിയെന്ന അത്ഭുതപ്പെടുത്തുന്ന വാർത്ത കൂടി എത്തിയിരിക്കുന്നു എസ്കെൻ. ഈ ജെയിംസ്, ഈ റഷ്യൻ ഏജന്റന്മാർ വഞ്ചിച്ച ഒരു ഇന്ത്യക്കാരൻ യുക്രൈൻ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല 100-ലേറെ ഇന്ത്യക്കാർ കുരുങ്ങിക്കിടക്കുന്നു യുദ്ധമുഖത്ത് എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. എസ്കെൻ, ഇതൊരു വലിയ റാക്കറ്റാണ്. റഷ്യയിലെ ഏജന്റുമാർ റഷ്യയിൽ വൻ സാലറി അല്ലെങ്കിൽ വൻ ശമ്പളം നൽകി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 100 പേരെ നിർബന്ധപൂർവം യുദ്ധമുന്നണിയിലേക്ക് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വിട്ടു. ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നു തുടങ്ങിയതാണ്. ഒരാൾ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു, ഇപ്പോൾ രണ്ടാമതൊരു ഇന്ത്യക്കാരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. 100-ലേറെ പേർ വീട്ടിലേക്ക് കത്തുകളും അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് വല്ലാത്ത അപകടസ്ഥിതിയിലാണ്, യുദ്ധമുന്നണിയിലാണ്, ഉക്രൈൻ സേനയുടെ മിസൈലുകളും ഡ്രോണുകളും വരുന്നുണ്ട്, ഏത് നിമിഷവും കൊല്ലപ്പെടാം, ഞങ്ങളെ രക്ഷിക്കാൻ ഇടപെടണേ. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇടപെട്ടിരിക്കുന്നു, റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിപ്പോയവരെ വിട്ടയക്കണം. അവരോട് പറഞ്ഞത്, നിങ്ങൾ നേരിട്ട് യുദ്ധമുന്നണിയിൽ പോയില്ലെങ്കിൽ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ്. നല്ല ജോലി തേടി വൻ തുക നൽകി പോയവരാണ്. അപ്പോൾ ഒരു വല്ലാത്ത ഒരു തട്ടിപ്പ്, ജോലി തട്ടിപ്പ് റാക്കറ്റിൽപ്പെട്ട് യുദ്ധമുന്നണിയിൽ പോകേണ്ടി വന്ന ഇന്ത്യക്കാരുടെ കാര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യുദ്ധമുന്നണിയിൽ നിന്ന് അവരെ ഊരിക്കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് പറയുന്നില്ല. നേരത്തെ ഗുജറാത്തിലെ ഒരാളാണ് കൊല്ലപ്പെട്ടത്, ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് തെലങ്കാനക്കാരനായിട്ടുള്ള ആളാണ്. ഉത്തർപ്രദേശിൽ നിന്ന്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് പോയിട്ടുള്ളത്. കർണാടകത്തിൽ നിന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് ആരും പോയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. എസ്കെ ജെയിംസ്, ഒരു സെക്കൻഡ്, ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് വലിയതുറ കടൽപ്പാലം തകർന്നു. പാലത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു പോയത്. പൂർണ്ണമായും ഇടിഞ്ഞു താണു പാലത്തിൻ്റെ താഴ്ഭാഗം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്, മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടയെ തൂക്കിക്കൊന്ന കാര്യം. ഈ നടപടി 44 കൊല്ലത്തിന് ശേഷം സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നു. ജെയിംസ്, ഞാൻ വായിച്ചിട്ടുള്ള ആത്മകഥകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഒരു ആത്മകഥയാണ് ഭൂട്ടോയുടെ ഫയാം അസാസിനേറ്റഡ്. അദ്ദേഹം പൂർത്തീകരിച്ചത് ഫയാം അസാസിനേറ്റഡ് പാകിസ്ഥാൻ വിൽ ഫാൾ എന്നായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയും അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ശരിയായില്ല എന്നല്ലേ ചോദ്യം ചെയ്തിരിക്കുന്നത്. 1979
പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിക്കൊന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തൂക്കുമരണത്തിന് ഇരയാവുന്ന പ്രധാനമന്ത്രി കൂടിയാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ SKN പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും കൂടി വായിച്ചൊരു പുസ്തകമാണ് ഇഫ് ഐ ആം അസാസിനേറ്റഡ്. ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി തൻ്റെ മരണത്തെക്കുറിച്ച്, താൻ കൊല്ലപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി എഴുതിയ പുസ്തകം എന്ന നിലയിൽ അത് വലിയ ബെസ്റ്റ്സെല്ലറായിരുന്ന ഒരു പുസ്തകമാണ്. SKN അതിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. പാകിസ്ഥാൻ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയ അസ്ഥിരതയിലാണ്, പട്ടാള ഭരണം എപ്പോഴെപ്പോഴും വരുന്നു. പ്രത്യേകിച്ച് ഇത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് പിന്നിൽ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന പട്ടാള മേധാവി സിയാവുൾ ഹക്കായിരുന്നു. ആ സിയാവുൾ ഹക്ക് പിന്നീട് 10 വർഷത്തിന് ശേഷം 1988 ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീടാണ് പറയുന്നത് അമേരിക്കയുടെ CIA ബോധപൂർവം അയാളെ കൊലപ്പെടുത്തിയതാണ്. കാരണം അമേരിക്ക പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയ എന്ന റിപ്പോർട്ട് കൂടി പിന്നീട് വന്നിരുന്നു. എന്തായാലും പാകിസ്ഥാനിലെ സുപ്രീം കോടതി 44 വർഷത്തിന് ശേഷം ഇത് ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരു കാര്യമായ വിചാരണ നടത്താതെയാണ് സുൽഫിക്കർ അലി ഭൂട്ടോയെ പോലെയുള്ള ഒരു പ്രമുഖ പാകിസ്ഥാൻ നേതാവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. വിചാരണ നടന്നിട്ടില്ല. പാക് പട്ടാളത്തിൻ്റെ ഇടപാട് അതിൻ്റെ പിറകിലുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുക. കേസ് കൊടുത്തിരുന്നത് വേറെ ആരുമല്ല, ഭൂട്ടോയുടെ മകൾ ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് അസിഫ് സർദാരിയാണ്. അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നു, നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം നടത്തിയ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ തരത്തിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ വലിയ രീതിയിൽ അത് വിവാദമായിട്ട് കൊഴുക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ SKN വിചിത്രമായിട്ടുള്ളൊരു കാര്യം നടന്നിരിക്കുന്നു. അവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ അംഗങ്ങളുള്ള ഇമ്രാൻഖാൻ്റെ പാർട്ടി പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് അവർ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നു, ഇന്ത്യയെ പ്രശംസിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുണ്ടായിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു, ഒരു ശക്തിയായിട്ട് ഇന്ത്യ വളരുകയാണ്, പാകിസ്ഥാൻ തകർന്നിരിക്കുന്നു. ഇതിൻ്റെ പിറകിൽ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പാർലമെൻറ്റിൽ. SKN. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.